വൈകുന്നേരമായപ്പം എന്തെങ്കിലും ഇങ്ങനെ തിന്നണം കുടിക്കണം എന്നൊക്കെ ഇങ്ങനെ ഒരു തോന്നൽ വന്നു. അപ്പം ഇവിടെ ആണെങ്കിൽ കുറച്ച് മക്രോണി ഉണ്ടായിന്. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ട് മക്രോണി വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു പായസം ഉണ്ടാക്കുക. അങ്ങനെ ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് മക്രോണി ഇട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്ത്, പിന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് വെച്ചിട്ട് ആ മക്രോണി ഒന്ന് ചൂടാക്കാൻ വെച്ച്, അങ്ങനെ അത് നല്ലോണം ഇളക്കി ഒന്ന് ചൂടാക്കിയെടുത്ത് ആ ചൂടാക്കിയതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് പാലുണ്ടായി, അപ്പോൾ ആ പാലങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത്. ഇതൊക്കെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്, ഒരു പൂതി മാറാനുള്ളത്. അങ്ങനെ പാലൊക്കെ ഒഴിച്ച് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അതിലേക്ക് വേണ്ട പഞ്ചസാര ഇട്ട് കൊടുത്ത്. അങ്ങനെ പഞ്ചസാര ഒക്കെ ഇട്ടതിന് ശേഷം അതൊന്ന് ഞാൻ കുറുക്കി അങ്ങനെ അത് കുറുകി വന്നപ്പം കുറച്ച് പാൽപ്പൊടി, ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാൽപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് അങ്ങനെ പാൽപ്പൊടി ഒന്ന് ലൂസാക്കി എടുത്ത് അത് നമ്മളെ കുറുകി വന്ന ഈ മക്രോണീൻ്റെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് നീളം കിട്ടുമല്ലോ. അങ്ങനെ അതൊക്കെ കുറുക്കിയെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത്, പിന്നെ ഇതിലിടാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും അങ്ങനത്തെ സാമഗ്രികളൊന്നും ഇവിടെ ഇല്ലേനി. അപ്പോൾ ഞാനിവിടെ കുറച്ച് ആകെ എൻ്റെ കയ്യിൽ കുറച്ച് പിസ്ത ഉണ്ടായിന്. അങ്ങനെ ഞാൻ പിസ്ത ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ആ പാൽപ്പൊടിയൊക്കെ ഒഴിച്ച് അത് ഞാൻ മിക്സാക്കി, നല്ലപോലെ മിക്സാക്കി. അങ്ങനെ ഞാൻ പിന്നെ അതിലേക്ക് പിസ്ത ഇട്ട് കൊടുത്ത് അതിൻ്റെ ഇടയ്ക്കാണ് ഏലക്കായ ഇടാൻ ഓർമ്മ വന്നത്. അങ്ങനെ ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ടായിന്, അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് നെയ്യിൽ ഈ പിസ്ത ഇട്ട് അങ്ങനെ അതവിടെ ഇളക്കി ഞാൻ പിന്നെ എനിക്ക് വേണ്ടി ഞാൻ തണുപ്പിച്ച് കുടിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. തണുപ്പിച്ച് കുടിച്ചപ്പോൾ ഇത് വേറെ ലെവൽ ടേസ്റ്റ് ആയിട്ടോ, സൂപ്പർ.